ഇപ്പോൾ നമുക്കറിയാം മുകുന്ദപുരത്ത് ശാന്തി നഗറിൽ മാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ വേണ്ടി 1 ലക്ഷം രൂപ പൊതുജന സുരക്ഷയ്ക്ക് നിലവിലുള്ള ഭീഷണി പരിഹരിക്കുന്നതിനായിട്ട് വാതിൽമാടൻ കോളനിയിൽ നമുക്കറിയാം വളരെ ഇഷ്യൂ ഉണ്ടായിട്ടുള്ളത് ബിന്ദു അടക്കം ഇടപെട്ടിട്ടും പരിഹരിക്കപ്പെടാത്ത വർഷങ്ങളായിട്ടുള്ള പ്രശ്നമാണ് ഈ പ്രശ്നം. ആ പ്രശ്നത്തിന് 50 ലക്ഷം രൂപയാണ് അദ്ദേഹം വകയിരുത്തിയിട്ടുള്ളത്. അതിൻ്റെ കാര്യങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കടപ്പുറം ഗ്രാമപഞ്ചായത്തിലെ പള്ളിവളവ് റോഡിൻ്റെ ഇൻ്റർലോക്ക് പണിക്കും മുനക്കക്കടവ് സെൻറ്ററിൽ ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി 15 ലക്ഷം രൂപ. ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ്റെ പ്രവേശന കവാടത്തിൽ നമുക്കറിയാം 12 മീറ്റർ വേണമെങ്കിൽ പഞ്ചായത്തിന് കൊടുക്കാമായിരുന്നു, MLAക്ക് കൊടുക്കാമായിരുന്നു, ഈ ഹൈമാസ്റ്റ് ലൈറ്റുകൾ അവർക്ക് കൊടുക്കാമല്ലോ. പക്ഷേ ഇരുട്ടിലാണ്ട് ആ പ്രദേശത്ത് അദ്ദേഹം 4.97 ലക്ഷമാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. നമസ്കാരം. തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സുരേഷ് ഗോപി ജയിച്ചത് തൃശ്ശൂർകാർക്ക് ഒരു അബദ്ധം പറ്റിയതാണെന്നുള്ള രീതിയിലേക്ക് പറയുന്ന ഇവിടെയുള്ള BJP വിരുദ്ധരും അല്ലെങ്കിൽ സുരേഷ് ഗോപിയോട് വളരെ വലിയ രീതിയിൽ വൈരാഗ്യമുള്ള ആളുകളും നിരന്തരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ ഈ സമയത്ത് കഴിഞ്ഞൊരു 25 വർഷമായിട്ട് തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു പോയിട്ടുള്ള MP-മാർ നമ്മുടെ ഈ നാട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് എന്ത് ചെയ്തു എന്നുള്ളത് നമുക്ക് കണ്ടെത്താനായിട്ട്. പക്ഷേ കേവലം ഒരു വർഷം കൊണ്ട് തന്നെ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി അദ്ദേഹം എന്തെല്ലാം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് BJP ഇപ്പോൾ പുറത്തുവിടുകയാണ്. തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഗ്രാമാന്തരങ്ങളിലേക്ക് ഇതുപോലെയുള്ള ഫ്ലെക്സ് ബോർഡുകളിൽ കൃത്യമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് തൃശ്ശൂർ സൗത്ത് ജില്ല BJPയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കൃപേഷ് ചെമ്മണ്ട നമ്മോടൊപ്പം ചേരുകയാണ് ഈ ഒരു വിഷയത്തെപ്പറ്റി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കാൻ. ചേട്ടാ നമസ്കാരം. നമസ്കാരം ചേട്ടാ, ഇപ്പോൾ സുരേഷ് ഗോപി കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ തൃശ്ശൂരിൻ്റെ ചരിത്രത്തിൽ ഒരു MP-ക്കും ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ ഒരു വർഷം കൊണ്ട് അദ്ദേഹം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് ജനങ്ങളുടെ ഇടയിലേക്ക് കൃത്യമായിട്ട് അതിൻ്റെ വിശദമായ കണക്ക് BJP അവതരിപ്പിക്കുകയാണ്. അത് മുന്നിൽ തന്നെയുണ്ട്. ഓരോ വിഷയങ്ങളും കേട്ടിന് തന്നെ പറയാം. ചേട്ടാ, ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ജസ്റ്റ് ജനങ്ങളോട് എന്താണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത്? ഒരു വർഷമായി നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ ഒരു MP തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് കേരളം ഇന്ന് വരെ കാണാത്ത തരത്തിലുള്ള വിവിധ തരത്തിലുള്ള സേവനങ്ങളാണ് അദ്ദേഹം വളരെ കൃത്യമായിട്ട് ജനങ്ങളുടെ ഇടയിൽ എടുത്തു പറയാവുന്ന നിരവധി കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു വേറിട്ട വികസനം മറ്റു പല MP-മാരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ NDAയുടെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് ഒരു വിലയിരുത്തേണ്ട ഒരു ബോർഡാണ് സത്യത്തിൽ. ഒരു പ്രചരണത്തിന് വേണ്ടി നിരവധി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ ബോർഡുകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലും ഒക്കെ ആർക്ക് വേണമെങ്കിലും ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാൻ കഴിയും. ഇപ്പോൾ നമുക്കറിയാം മുകുന്ദപുരത്ത് ശാന്തി നഗറിൽ മാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ വേണ്ടി 1 ലക്ഷം രൂപ പൊതുജന സുരക്ഷയ്ക്ക് നിലവിലുള്ള ഭീഷണി പരിഹരിക്കുന്നതിനായിട്ട് വാതിൽമാടൻ കോളനിയിൽ നമുക്കറിയാം വളരെ ഇഷ്യൂ ഉണ്ടായിട്ടുള്ളത് ബിന്ദു അടക്കം ഇടപെട്ടിട്ടും പരിഹരിക്കപ്പെടാത്ത വർഷങ്ങളായിട്ടുള്ള പ്രശ്നമാണ് ഈ പ്രശ്നം. ആ പ്രശ്നത്തിന് 50 ലക്ഷം രൂപയാണ് അദ്ദേഹം വകയിരുത്തിയിട്ടുള്ളത്. അതിൻ്റെ കാര്യങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കടപ്പുറം ഗ്രാമപഞ്ചായത്തിലെ പള്ളിവളവ് റോഡിൻ്റെ ഇൻ്റർലോക്ക് പണിക്കും മുനക്കക്കടവ് സെൻറ്ററിൽ ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി 15 ലക്ഷം രൂപ. ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ്റെ പ്രവേശന കവാടത്തിൽ നമുക്കറിയാം 12 മീറ്റർ വേണമെങ്കിൽ പഞ്ചായത്തിന് കൊടുക്കാമായിരുന്നു, MLAക്ക് കൊടുക്കാമായിരുന്നു, ഈ ഹൈമാസ്റ്റ് ലൈറ്റുകൾ അവർക്ക് കൊടുക്കാമല്ലോ. പക്ഷേ ഇരുട്ടിലാണ്ട് ആ പ്രദേശത്ത് അദ്ദേഹം 4.97 ലക്ഷമാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. മണലൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ മാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാനായിട്ട് 29.82 ലക്ഷം രൂപ അദ്ദേഹം കൊടുത്തു. മറ്റത്തൂർ പഞ്ചായത്തിലെ 4-ാം വാർഡിൽ 79-ാം നമ്പർ നന്ദനം അംഗൻവാടിയുടെ പുതിയ കെട്ടിട നിർമ്മാണത്തിന് 23 ലക്ഷം രൂപ കൊടുത്തു. തൃശ്ശൂർ കോർപ്പറേഷൻ പൂങ്കുന്നം ഡിവിഷനിൽ നമുക്കറിയാം ഒന്നിലെ പലയിടങ്ങളിലായിട്ട് അവിടുത്തെ വെളിച്ചത്തിൻ്റെ കാര്യം ടൗൺഷിപ്പാണ്. 13,94,000 രൂപ അദ്ദേഹം അതിന് കൊടുത്തു. തൃശ്ശൂർ കോർപ്പറേഷൻ കോട്ടപ്പുറം ഡിവിഷൻ 37 പലയിടങ്ങളിലായിട്ട് ലൈറ്റുകൾക്കായിട്ട് 7,75,000 രൂപ കൊടുത്തു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിൽ പുതിയ അംഗൻവാടി കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിന് 20 ലക്ഷം രൂപ കൊടുത്തു. വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ പലയിടങ്ങളിലായിട്ട് ഹൈമാസ്റ്റ് ലൈറ്റിനായിട്ട് 3,20,000 രൂപ കൊടുത്തു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ പലയിടങ്ങളിലായിട്ട് ലൈറ്റിന് വേണ്ടി 13,11,500 കൊടുത്തു. അതുപോലെ തന്നെ വരന്തരപ്പള്ളിയിലെ തന്നെ സൗവർണിക റോഡ് ഇൻ്റർലോക്കിംഗ് വിരിക്കാനായിട്ട് 9.5 ലക്ഷം രൂപ കൊടുത്തു. അതുപോലെ തന്നെ വേളൂക്കർ ഗ്രാമപഞ്ചായത്തിലെ പലയിടങ്ങളിലായിട്ട് ഹൈമാസ്റ്റ് ലൈറ്റുമായി ബന്ധപ്പെട്ട് 9,94,000 രൂപ കൊടുത്തു. അയ്യന്തോൾ സിവിൽ ലൈൻ പാർക്കിൻ്റെ വികസനത്തിന് വേണ്ടി 23.5 ലക്ഷം രൂപയാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിനായി മൊബൈൽ ഡിസ്പെൻസറിയിലേക്ക് ഒരു വാഹനം 23,41,718 രൂപ അദ്ദേഹം കൊടുത്തു. തൃശ്ശൂർ കോർപ്പറേഷൻ മിഷൻ ക്വാർട്ടേഴ്സിൽ പലയിടങ്ങളിലായി ഹൈമാസ്റ്റ് ലൈറ്റുമായി ബന്ധപ്പെട്ട് 13,94,000 രൂപ അദ്ദേഹം കൊടുത്തു. തൃശ്ശൂർ കോർപ്പറേഷൻ ഡിവിഷനിൽ 36 പലയിടങ്ങളിലേക്കായിട്ട് ഹൈമാസ്റ്റ് ലൈറ്റുമായി ബന്ധപ്പെട്ട് 9,45,000 രൂപ അദ്ദേഹം കൊടുത്തു. അതുപോലെ തന്നെ അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 6 റോഡ് പൂർത്തികൾക്കായി 6 റോഡുകളുടെ പൂർത്തീകരണത്തിനായി 27.5 ലക്ഷം രൂപ 27.85 അദ്ദേഹം കൊടുത്തു. അവണിശ്ശേരി പഞ്ചായത്ത് സുരേഷ് ഗോപി ദത്തെടുത്തൊരു പഞ്ചായത്ത് MP ആവുന്നതിന് മുന്നേ
നിരവധി പ്രവർത്തനങ്ങൾ അദ്ദേഹം അവിടെ MP ആവുന്നതിന് മുൻപേ ചെയ്തിരുന്നു. എല്ലാവരും ഒരു ഗ്രാമം ദത്തെടുക്കണമെന്നുള്ള പ്രധാനമന്ത്രിയുടെ ആഹ്വാന പ്രകാരം അദ്ദേഹം ദത്തെടുത്തത് അവണിശ്ശേരിയിലാണ്. പക്ഷേ MP ആയതിനു ശേഷം അദ്ദേഹം ഇത്രയും പണം അവിടെ വികസനത്തിന് വേണ്ടി കൊടുത്തു. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 4-ൽ ആതിര അംഗൻവാടിക്ക് വേണ്ടിയിട്ടുള്ള കെട്ടിട നിർമ്മാണത്തിന് 20 ലക്ഷം രൂപ അദ്ദേഹം കൊടുത്തു. കഴിഞ്ഞിട്ടില്ല. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ KICBക്ക് സമീപം 12 മീറ്റർ അതിൽ ഒരു വലിയൊരു ലൈറ്റിന് വേണ്ടി 4.97 ലക്ഷം രൂപ. ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിൽ സരസ്വതി വിലാസം റോഡിൻ്റെ ഇൻ്റർലോക്ക് പണികൾക്കായി 13.3 ലക്ഷം രൂപ. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ 17.3 ലക്ഷം രൂപ. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിൽ സ്വയംഭരണ കമ്പ്യൂട്ടർ ലാബ് സജ്ജീകരണം 20,29,500 രൂപ കൊടുത്തു. ഗുരുവായൂരിൽ പലയിടങ്ങളിലായിട്ട് ഐമാസ്ക്ലേറ്റ് സ്ഥാപിക്കാനായിട്ട് 25.3 ലക്ഷം രൂപ. മാടായിക്കോണത്ത് ഹോമിയോപ്പതി ക്ലിനിക്കിൻ്റെ നിർമ്മാണം ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയിൽ 15 ലക്ഷം രൂപ. തൃശ്ശൂർ കോർപ്പറേഷൻ ഡിവിഷൻ 53-ൽ പലയിടങ്ങളിലായിട്ട് ലൈറ്റ് സ്ഥാപിക്കാൻ വേണ്ടി 16,94,000 രൂപ. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ SNDP റോഡ്, സംഗമം റോഡ് എന്നിവയുടെ നിർമ്മാണത്തിന് 29,67,000 രൂപ. മുല്ലശ്ശേരി വില്ലേജിലെ തണ്ണീർക്കായൽ ഫാം റോഡും PV ബാലൻ മാസ്റ്റർ റോഡും കോൺക്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടി 36.8 ലക്ഷം രൂപ. നാട്ടികയിലെ പുത്തൻതോട് വാർഡ് 7-ൽ സ്ലൂയിസ് വാൽവ് നിർമ്മാണത്തിനായി 23 ലക്ഷം രൂപ. നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ പലയിടങ്ങളിലായിട്ട് ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കാനായിട്ട് 5 ലക്ഷം രൂപ. നാട്ടികയിലെ 2-ാം വാർഡിൽ ഇരുനില കമ്മ്യൂണിറ്റി കെട്ടിടത്തിൻ്റെ നിർമ്മാണം 30 ലക്ഷം രൂപ. നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ ആശുപത്രി റോഡിൻ്റെ നിർമ്മാണം 15 ലക്ഷം രൂപ. പാവറട്ടി ഗ്രാമപഞ്ചായത്തിലെ പെരിങ്ങോട് ചുക്ക് ബസാർ റോഡ്, ജനമൈത്രി റോഡ്, ഛത്രപതി ശിവാജി റോഡ്, നൂർദീൻ മാസ്റ്റർ റോഡ് തുടങ്ങിയവയുടെ നിർമ്മാണത്തിനായിട്ട് 46,60,000 രൂപ. പാവറട്ടി ഗ്രാമപഞ്ചായത്തിലെ പലയിടങ്ങളിലായിട്ട് മാസ് ലൈറ്റുകൾ സ്ഥാപിക്കാനായിട്ട് 4 ലക്ഷം രൂപ. പുത്തൂർ ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡിലെ 108-ാം നമ്പർ അംഗനവാടിയുടെ നിർമ്മാണത്തിനായിട്ട് 23,80,000 രൂപ. തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ തണ്ടയാപ്പറമ്പിൽ പ്രസന്നൻ റോഡിൻ്റെ കോൺക്രീറ്റിംഗുമായി ബന്ധപ്പെട്ട് 8,20,000 രൂപ. തൃശ്ശൂരിലെ ജനറൽ ആശുപത്രിയിൽ ആധുനിക ലബോറട്ടറിക്കുള്ള അടിസ്ഥാന സൗകര്യം ചെയ്യുന്നത് സംബന്ധിച്ച് നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 33,01,000 രൂപ. 33,01,000 രൂപ ചെറിയ തുകയല്ല. അതുപോലെ തന്നെ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ പലയിടങ്ങളിലായിട്ട് ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിക്കാനായിട്ട് 4.55 ലക്ഷം രൂപ. പീച്ചി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക ടോയ്ലറ്റ് സൗകര്യം, LP വിഭാഗങ്ങൾക്കായിട്ട് UP വിഭാഗങ്ങൾക്കായിട്ട് അടുക്കള സൗകര്യം എന്നിവയ്ക്കായിട്ട് 42,70,968 രൂപ. പാണഞ്ചേരി പഞ്ചായത്തിലെ 15-ാം വാർഡിൽ വിലങ്ങന്നൂർ ആദിവാസി കോളനി മനക്കപ്പാടത്ത് പുതിയ ലിങ്ക് റോഡ് നിർമ്മാണത്തിന് വേണ്ടി 17,40,000 രൂപ. പറപ്പൂക്കരയിൽ വാർഡ് 18-ൽ മഹാത്മാ അംഗൻവാടിക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിനും വാർഡ് 2-ൽ പുതിയ സ്മാർട്ട് അംഗൻവാടിയുടെ പദ്ധതിക്കും വേണ്ടി 32,46,000 രൂപ. 24 പറപ്പൂക്കരയിലെ ഗ്രാമപഞ്ചായത്തിൽ പലയിടങ്ങളിലായിട്ട് ഹൈമാസ് ലൈറ്റുമായി ബന്ധപ്പെട്ട് 6,46,500 രൂപ. പാവറട്ടി ആരോഗ്യ കേന്ദ്രത്തിലെ പ്രാഥമികമായിട്ടുള്ള പബ്ലിക് കംഫർട്ട് സ്റ്റേഷൻ്റെ നിർമ്മാണത്തിന് വേണ്ടി 15 ലക്ഷം രൂപ. ഇത്രയും കാര്യങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാം, MP ഓഫീസായിട്ട് ബന്ധപ്പെട്ടാൽ അറിയാം. അദ്ദേഹം ഇതൊന്നും ഫ്ലെക്സ് വെക്കാനോ അദ്ദേഹം ഇതൊന്നും അനൗൺസ് ചെയ്യാനൊന്നും നാടുനീളെ നടക്കുന്നില്ല. ഒരു വേറിട്ട പ്രവർത്തനമാണ് നമ്മുടെ MP സുരേഷ് ഗോപിയുടെ കയ്യിൽ നിന്നും വരുന്നത്. ഒരു വിവാദത്തിനും സുരേഷ് ഏട്ടനില്ല. കാരണം ജനങ്ങൾക്ക് വേണ്ടി 75,000 3,00,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുത്ത അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഈ വികസന പ്രവർത്തനങ്ങളും. ഇത് കൂടാതെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വികസനങ്ങളെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കുന്നില്ല. അതൊക്കെ സോഷ്യൽ മീഡിയയിലും എവിടെ ഒരു വിഷമമുണ്ടെങ്കിലും അദ്ദേഹം സ്വന്തം പോക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ അതിന് പെട്ടെന്ന് ഫണ്ട് കണ്ടെത്തി കൊടുക്കുക എന്നുള്ള ഒരു പരിപാടി നടത്തുന്നു. നിരവധി കാര്യങ്ങൾ ഇപ്പോഴും ഫയലിൽ തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിലുള്ള കാര്യങ്ങൾ, മറ്റുള്ള ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇനി അതിൻ്റെ പരമ്പര വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇതാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നരേന്ദ്രമോദി വന്നാലും അമിത്ഷാ വന്നാലും വീര സവർക്കർ വന്നാലും തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സുരേഷ് ഗോപി ജയിക്കില്ല എന്ന് പറഞ്ഞ ഒരേ ഒരാളാണ് കഴിഞ്ഞ MP ആയിരുന്ന TN പ്രതാപൻ. അദ്ദേഹത്തിന് ഇതുപോലെ അദ്ദേഹത്തിൻ്റെ 5 വർഷത്തെ പ്രവർത്തനങ്ങൾ ഇതുപോലെ ഒന്ന് എണ്ണി കാണിക്കാനായിട്ട് സാധിക്കുമോ? തീർച്ചയായിട്ടും കാണിക്കട്ടെ. ഈ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് ഇതൊക്കെ കാണിച്ചതുകൊണ്ടാണല്ലോ ജനം 3,00,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ സുരേഷ് ചേട്ടനെ വിജയിപ്പിച്ചത്. വികസനം ഉണ്ടായിരുന്നുവെങ്കിൽ പ്രതാപനെ വീണ്ടും വിജയിപ്പിക്കുമായിരുന്നല്ലോ. അതുകൊണ്ടാണല്ലോ സുരേഷ് ചേട്ടനെ വിജയിപ്പിച്ചത്. ഒന്നും തന്നെ കല്യാണങ്ങൾക്ക് പോവുക, മരണങ്ങൾക്ക് പോവുക, രാഷ്ട്രീയമായിട്ടുള്ള ചില അഭ്യാസങ്ങൾ നടത്തുക എന്നത് ഒഴികെ LDF UDF MP മാർക്കെതിരെ വളരെ കൃത്യമായിട്ട് വികസനം മാത്രം പറഞ്ഞുകൊണ്ട് വികസന അജണ്ടയിൽ ഊന്നിക്കൊണ്ട് 1 രൂപ പോലും പൊതുജനത്തിൻ്റെ മോഷ്ടിക്കാതെ അല്ലെങ്കിൽ 1 രൂപ പോലും നഷ്ടപ്പെടുത്താതെ പ്രവർത്തിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ ബഹുമാനപ്പെട്ട MP ആയിട്ടാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിനെ കേന്ദ്രമന്ത്രിയായിട്ട് നരേന്ദ്രമോദി നിശ്ചയിച്ചിട്ടുണ്ട്. നമുക്കറിയാം ആ പ്രവർത്തനത്തിൻ്റെ കൂടി ഈ ലിസ്റ്റിലില്ല.
അതുകൂടി ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. വളരെ നന്ദിയുടെ ഈ ഒരു സമയത്ത് നമ്മൾ പ്രതികരിച്ചു. ശരി ശരി. ഇപ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന തൃശ്ശൂരിലെ കേന്ദ്രമന്ത്രി ചെയ്ത പ്രവർത്തനങ്ങൾ, അദ്ദേഹം സർക്കാരിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഈ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. അല്ലാതെ പേഴ്സണലായിട്ട് അദ്ദേഹം ചെയ്തിരിക്കുന്ന നിരവധി, അദ്ദേഹത്തിൻ്റെ മകളുടെ പേരിലുള്ള ട്രസ്റ്റിൽ നിന്ന് നിരവധി ആളുകൾക്ക് സഹായം ചെയ്തിട്ടുണ്ട്. അതിന് ഈ ഒരു സമയത്ത് പറയാനുള്ളൂ. തൃശ്ശൂർ ഇരിഞ്ഞാലക്കുടയിൽ നിന്നും വിപിൻലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.